ആദ് സമുദായക്കാരുടെ പാപപ്രവർത്തികൾ കാരണം അള്ളാഹു ആദ് നഗരം നശിപ്പിച്ചു. അവിടെ പുതിയൊരു സമുദായം വളർന്നു വന്നു. അവർ സമൂദ് ഗോത്രം എന്ന് അറിയപ്പെട്ടു. അവരുടെ പൂർവികരെപ്പോലെ അവരും മലകളുടെ മുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. മനോഹരമായ വീടുകളിൽ അവർ താമസിച്ചു വന്നു. അവരുടെ കൃഷിസ്ഥലങ്ങൾ മികച്ചതായിരുന്നു. അവർ ധാരാളം കൃഷി ചെയ്തിരുന്നു. എന്നാൽ അവരുടെ സമ്പത്ത് വർദ്ധിച്ചതുപോലെ തന്നെ അവരുടെ ദുഷ്പ്രവൃത്തികളും വർദ്ധിച്ചു. സമൂദ് സമുദായക്കാരും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നില്ല. സമ്പന്നരും ഏകാധിപതികളുമായ ഗോത്രത്തിലെ അംഗങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചു. ആ കാലഘട്ടത്തിലായിരുന്നു സ്വാലിഹ് നബി ജീവിച്ചിരുന്നത്. അവൻ വളരെ നല്ലവനും ജ്ഞാനിയുമായ ഒരു വ്യക്തിയായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും അവൻ്റെ അത്ഭുതകരമായ ഗുണങ്ങളെ ആരാധിക്കുകയും ചെയ്തു. സമൂദ് സമുദായക്കാരും അവരുടെ പൂർവികരെപ്പോലെ വിഗ്രഹാരാധനയിൽ മുഴുകി. പ്രവാചകൻ ഇത് തിരിച്ചറിഞ്ഞു. അവരെ തിരുത്താൻ ശ്രമിച്ചു. ഗോത്രത്തലവന്മാർ ദുഷ്ടന്മാരും മോശമായവരുമാണെന്ന് സ്വാലിഹ് നബിക്ക് അറിയാമായിരുന്നു. അള്ളാഹുവിനെ ആരാധിക്കുന്നവരെ അവർ ശിക്ഷിച്ചു. സ്വാലിഹ് നബിയെ അള്ളാഹു തൻ്റെ ദൂതനായി തിരഞ്ഞെടുത്തു. അവൻ ആരെയും ഭയപ്പെടുന്നില്ല. മഹാനും സർവശക്തനുമായ അള്ളാഹു അല്ലാതെ ആരെയും ഭയപ്പെടാതെ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല.